നമസ്കാരം. കാന്തല്ലൂരിൽ നിന്നും മാട്ടുപ്പെട്ടി, കുണ്ടള, വട്ടവട ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന സേതു പാർവതിപുരം റോഡ് തുറന്നു നൽകണമെന്നുള്ള ആവശ്യം ഉൾക്കൊള്ളിച്ച് സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ആശാവഹമെന്ന് മുൻ കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT തങ്കച്ചൻ, പൊതുപ്രവർത്തകനായ സിജോ ജോസ് എന്നിവർ പറഞ്ഞു. വർഷങ്ങളോളം പൊതുജനങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്ന ഈ റോഡ് വനം വകുപ്പ് നിയമവിരുദ്ധമായിട്ടാണ് അടച്ചിട്ടിട്ടുള്ളത്. ഇതുമൂലം വട്ടവട, മാട്ടുപ്പെട്ടി, കുണ്ടള മേഖലകളിലുള്ളവർ അനുഭവിക്കുന്ന യാത്രാക്ലേശം വിവരണാതീതമാണ്. ഈ റോഡിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കമ്മീഷനെ ധരിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമായ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. അനുകൂല വിധിയുണ്ടാവുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇരുവരും വ്യക്തമാക്കി. എൻ്റെ പേര് സിജോ ജോസഫ് എന്നാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് PT തങ്കച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ കാന്തല്ലൂരിൽ നിന്ന് മെത്താപ്പ് വഴി കുണ്ടളയ്ക്ക് പോകുന്ന, മാട്ടുപ്പെട്ടി, കുണ്ടള ഈ ഭാഗത്തേക്ക് പോകുന്ന, വട്ടവട ഈ ഭാഗത്തേക്ക് പോകുന്ന മേജർ ഡിസ്ട്രിക്ട് റോഡ് PWDയുടെ ഇത് ഫോറസ്റ്റുകാർ ഒരു 3-4 വർഷമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നിരവധി കുട്ടികൾ ആശുപത്രി, വിവാഹം, മരണം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണിത്. ഇത് തെറ്റായി ഇവിടുത്തെ ജനങ്ങളെയും പഞ്ചായത്തിനെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ വഴി അടച്ചു വെച്ചിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ എംപ്ലോയ്ഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അടച്ചതെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം. ഇതിനെതിരായിട്ട് ഈ പറഞ്ഞ ഓർഡറിന്റെ കോപ്പി എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ റോഡിന്റെ വീതി കൂട്ടുന്നതും മെയിൻ്റെനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും നിർത്തിവെക്കാൻ പറഞ്ഞാണ്. വീതി കൂട്ടുന്നതും കൺസ്ട്രക്ഷൻ നിർത്തി വെക്കാൻ പറഞ്ഞൊരു ഉത്തരവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവര് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് 2 സ്ഥലത്തും 6 കിലോമീറ്റർ ഭാഗം അടച്ചു വെച്ചിരിക്കുകയാണ്. വളരെ നല്ല റോഡാണ്. ഗതാഗതം മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ ഗതാഗതം ജനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന റോഡാണ്. ഇതാണ് അന്യായമായി അടച്ചു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ ഞങ്ങളൊരു മാസ് പെറ്റീഷൻ മുഖാന്തരം പരാതിക്ക് പോയി. ആ പരാതി ഞങ്ങളുടെ ഭാഗം ബഹുമാനപ്പെട്ട ജഡ്ജ് കേൾക്കുകയും അത് 3-4 സിറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ആ സിറ്റിങ്ങിലെല്ലാം ഉടനീളം ഫോറസ്റ്റുകാർ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് റോഡ് ലാസ്റ്റ് പറഞ്ഞത് റോഡില്ലാന്ന് വരെ ഇവർ പറഞ്ഞു. അപ്പം ഇതിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട കമ്മീഷന് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുകയും ഗവൺമെന്റ് പ്ലീഡറിനെ വരാൻ പറയുകയും ചെയ്തിട്ട് നിരവധി തവണ പറഞ്ഞിട്ടും ഗവൺമെന്റ് പ്ലീഡർ ഹാജരായില്ല. അപ്പം ഈ കാന്തല്ലൂർ നിവാസികളെ, വട്ടവട ഗ്രാമപഞ്ചായത്തിലുടെയും മാട്ടുപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്, മറയൂർ ഗ്രാമപഞ്ചായത്ത്, ഈ 4 പഞ്ചായത്തിലുള്ള ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ നടപടി. ഇതിനെതിരായിട്ട് വളരെ ശക്തമായ നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധങ്ങളൊക്കെ ഒത്തൊരുമിച്ച് നാളുകളിൽ വലിയ ഒരു വിഷയമായി മാറാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കമ്മീഷൻ ഇവിടെ പരിശോധന നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടറും അതുപോലെ തന്നെ PWD എഞ്ചിനീയർ, ജില്ലാ തഹസിൽദാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അങ്ങനെ കമ്മീഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ജനങ്ങളുടെ പ്രക്ഷോഭമായിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നില്ല. ബഹുമാനപ്പെട്ട കമ്മീഷനെയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ എല്ലാം ഞങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എന്റെ ഫ്രണ്ട് സിജോയാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ കാന്തല്ലൂരിൽ 1958 എന്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ വന്നത്. ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ വരുന്ന കാലത്തെല്ലാം മറയൂരിലെ റോഡിനേക്കാളും പ്രാധാന്യം അറിയിച്ച ഒരു റോഡാണ് ഈ സേതു പാർവതി റോഡ്. കാന്തല്ലൂരിൽ നിന്നും 16 കിലോമീറ്ററും അതുപോലെ വട്ടവടയ്ക്ക് 35 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ള ദൂരമുള്ളൂ. വളരെ നല്ല റോഡാണ്, യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. എൻവയറൺമെന്റ് കമ്മിറ്റി അതിലൂടെ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് ഫോറസ്റ്റുകാർ അവകാശപ്പെടുന്നതെങ്കിലും യാതൊരുവിധ രേഖകളും ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വളരെയേറെ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന 2 പഞ്ചായത്താണ് കാന്തല്ലൂർ പഞ്ചായത്തും വട്ടവട പഞ്ചായത്തും. ഇവിടെയുള്ള ആദിവാസികൾ പരസ്പരം അങ്ങോട്ടുള്ള വിവാഹ ആവശ്യങ്ങൾക്കും മരണാവശ്യങ്ങൾക്കും മുൻപ് പോയിക്കൊണ്ടിരുന്ന റോഡുകളുമാണ് ഇത്.
ഇത്തരത്തിലുള്ള റോഡുകളുടെ 6 കിലോമീറ്റർ അവകാശപ്പെടുമ്പോൾ നമ്മൾ റോഡിന് വേണ്ടിയിട്ട് ധരിച്ചും വനത്തിന് വേണ്ടി ധരിച്ചു 928 വനത്തിനും 85 ഹെക്ടറുകളും റോഡിനും തനിച്ച് കിട്ടിയതും PWD വർഷങ്ങളായി വർക്ക് ചെയ്തേക്കുന്ന എല്ലാ രേഖകളും ഹാജരാക്കാൻ സാധിച്ചെങ്കിലും ബഹുമാനപ്പെട്ട വയലിൻ പ്രസിഡന്റ് വാർഡനും ഇതിന്റെ യാതൊരു രേഖകളും നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് വെറുതെ മനുഷ്യനെ ചുറ്റിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഫോറസ്റ്റുകാരുടെ നിയമം. കാരണം വനത്തിൽ മൃഗങ്ങൾക്ക് താമസിക്കാണെങ്കിൽ ഇവർ ടൂറിസമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്നാർ വനങ്ങളിലാണെങ്കിലും ഇവിടെയും ആളുകളിൽ നിന്ന് ഫീസ് പിരിച്ചുകൊണ്ട് ഈ വനത്തിൽ കൂടെ എങ്ങനെ ചെയ്യാൻ എവിടുന്നാണ് അധികാരം കിട്ടിയേക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം വനം സംരക്ഷിക്കുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് ഇവർക്ക് ഉത്തരവാദിത്ത ജോലിയാണ് ഫോറസ്റ്റിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ നിയമമുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും നമ്മളുടെ ആവശ്യം ഇപ്പൊ രാജമല ഏപ്രിൽ മെയ് മാസത്തിലായി തുറക്കുന്ന സമയത്ത് 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് ഒരാളുടെ തടസ്സങ്ങൾ മനുഷ്യന് ഇവിടെ എത്താനായിട്ട് സാധിക്കുന്നത്. ആകെ 58 കിലോമീറ്റർ മൂന്നാറിൽ ഉള്ളതെങ്കിൽ 3.5 മണിക്കൂറോളം ആവും കാന്തല്ലൂർ എത്താനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അവിടുത്തെ രാജമല പാർക്ക് നല്ലതാണ്, ജനങ്ങൾ കാണട്ടെ. പക്ഷെ അതിന് ഭാഗ്യ സൗകര്യം ഉണ്ടാക്കാതെ PWD തടസ്സപ്പെടുത്തിക്കൊണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് രോഗികളായ ആൾക്കാരെ ബന്ധപ്പെട്ട മുൻ ബ്ലോക്ക് മെമ്പറെ കൂടെ മരിച്ചുപോയിട്ടുണ്ട് ഈ റോഡ് തടസ്സം കൊണ്ട്. അതുപോലെ തന്നെ ചിന്നാറിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ അവിടെ 16 മീറ്റർ വീതിയുള്ള റോഡാണ് നമ്മുടെ അന്തർദേശീയ പാതയായി തമിഴ്നാട് ചിന്നാർ വരുന്ന റോഡുകളിലുള്ള കല്ല് ഇട്ട് അവതരിച്ചിരിക്കുന്ന റോഡുകളാണ്. അവിടെ പോലും 1 ഇഞ്ച് വീതി കൂട്ടാൻ സമ്മതിക്കുന്നില്ല. ഈ ഫോറസ്റ്റുകാർ തന്നെ ഈ വണ്ടികൾ തന്നെ ഇപ്പോൾ അവരുടെ വണ്ടികൾ തന്നെ കണക്കൂട്ടാണ് 10-20 വണ്ടി കൂടുതൽ പറയൂർ സ്റ്റേഷനിലെ പരിസരത്ത് ഈ ഫോറസ്റ്റ് കാർഡുകളായിട്ടും ഉണ്ട്. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇത് മനുഷ്യനെ ചുറ്റിക്കുന്ന രീതി അല്ലാതെ നിയമം അനുസരിച്ച് നടക്കാവുന്ന രീതികൾക്കെല്ലാം ഇവർ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യനെ യാത്ര ചെയ്യാനുള്ള മാർഗങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവിടുന്ന് നമുക്ക് മൂന്നാറിലേക്ക് പോകാനും ആശുപത്രി കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് അടിമാലിയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ റോഡ് പോകാനും വളരെ എളുപ്പമുള്ള ഒരു റോഡാണ് ഈ സേതുപാർവതി റോഡ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർ, RDO, തഹസിൽദാർ, അതേപോലെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ട ഒരു സംഘം വന്ന് നോക്കി പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് 6 ആഴ്ചക്കുള്ളിൽ കൊടുക്കുവാനും ബഹുമാനപ്പെട്ട കോടതി ജഡ്ജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇതിന്റെ മുൻകരുതലോടുകൂടിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് വണ്ടി തുറന്നു കൊടുക്കാൻ, വണ്ടി യാത്ര ചെയ്യാനായിട്ടുള്ള ജനങ്ങളുടെ മനുഷ്യാവകാശം ലംഘിക്കാത്ത രീതിയിൽ ഈ മുന്നോട്ടുള്ള യാത്രകൾ തടസ്സപ്പെടുത്താതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ 2024 ഈ മനുഷ്യാവകാശ കമ്മീഷൻ തൊടുപുഴ സിറ്റിംഗിലായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യുകയും അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 8 സിറ്റിംഗ് ഇപ്പോൾ നമുക്ക് ഏകദേശം തീരുമാനമായി ഇപ്പോൾ നമുക്കൊരു കമ്മിറ്റി വെച്ചുകൊണ്ടാണ് ഇതിന് മുന്നുള്ള പരിശോധനകൾ നടത്തി ഈ ജനങ്ങൾക്ക് ആവശ്യമായ റോഡ് തുറന്നു കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കുള്ളിലാകും ഇത് പൂർത്തീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം. ഇവിടെ നിന്ന് നമുക്ക് വട്ടവട പഞ്ചായത്തിലേക്ക് പോകണമെങ്കിൽ വെറും 35 കിലോമീറ്റർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. കാന്തല്ലൂരിൽ നിന്ന് സേതുപാർവതി റോഡിന് 16 കിലോമീറ്റർ ദൂരമാണുള്ളത്. അവിടെ നിന്ന് 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വട്ടവടയിൽ എത്താൻ പറ്റും. പക്ഷെ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ 135 കിലോമീറ്റർ ചുറ്റി അളവിൽ വേണം നമുക്ക് കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിൽ എത്തിച്ചേരുന്നതിനായിട്ട്. അപ്പോൾ ഈ ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ഒക്കെ ഇത് വളരെ ദുർഘടമാണ്. അതുപോലെ തന്നെയാണ് രാജമലയിൽ ചെല്ലുമ്പോൾ ഈ 3 മണിക്കൂർ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് സമയത്തിന് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ. മനഃപൂർവ്വം മനുഷ്യനെ ദ്രോഹിക്കുന്ന നടപടികളിലേക്കാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നതും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഈ വട്ടവട സേതുപാർവതി റോഡ്, കാന്തല്ലൂർ സേതുപാർവതി റോഡ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.